മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ മൂന്നു മണിച്ചൂടിലുരുകുമ്പോൾ മരവിച്ച മനസ്സുമായി നിൽക്കുമാമർത്യനായി ദാനമായി നൽകി നീ നിന്നമ്മയെ, ദാനമായി നൽകി നീ നിന്നമ്മയെ. മാനസാന്തരത്തിൻ്റെ മുന്നറിയിപ്പും അനുരഞ്ജനത്തിൻ്റെ ആഹ്വാനവും മുഴക്കി ഫ്രാൻസിലെ ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വാരമായ ലാസലെറ്റിൽ 1846 മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഈ അമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ലാസലെറ്റ് സന്യാസ സഭയിലെ അംഗമായ ഫാദർ ജെൻസൻ ലാസലെറ്റ് തൻ്റെ മാതൃസ്നേഹാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള സന്യാസ സഭയിൽ അംഗമാകാനുള്ള വിളിയിലേക്ക് എത്തിച്ചേരാൻ ഇദ്ദേഹം കടന്ന കടമ്പകൾ നിരവധിയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം നടന്നു കയറിയ തൻ്റെ ജീവിതാനുഭവങ്ങൾ അച്ഛൻ പങ്കുവയ്ക്കുന്നു. 1993 ഞാൻ 10ാം ക്ലാസ് പാസ്സാവണത്. അതൊരു വലിയ അത്ഭുതം തന്നെയായിരുന്നു. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടായിരുന്നു, 296 മാർക്ക്. സെക്കൻഡ് ക്ലാസ്സിൽ 4 മാർക്ക് കുറവ്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല വിജയം തന്നെയാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലായിരുന്നു. സെമിനാരി ചേരാനായിട്ടൊന്നും അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇനി എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കണ്ടെന്ന് കരുതി വർക്ക്ഷോപ്പിൽ പോയി സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ പണി പഠിക്കാനായിട്ട്. വണ്ടികൾ പുട്ടിയിടുക, ഉരയ്ക്കുക, കഴുകുക, പിന്നെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ആശാനെ സഹായിക്കുക. ഈ 2 മാസത്തിനിടയ്ക്കാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോഴാണ് ഇനി പെയിൻറ്റിങ് പണിക്ക് എത്ര നാൾ പോകും, ഇനി എന്ത് എന്നുള്ള ചിന്ത വരുന്നത്. അപ്പോഴാണ് സെമിനാരി ചേർന്നാലോ എന്നൊരു ആലോചന. സെമിനാരി എന്താണെന്ന് കേട്ടിട്ട് പോലില്ല, കണ്ടിട്ട് പോലുമില്ല, അറിയില്ല. എന്തിനായാലും ഇങ്ങനെ ആഗ്രഹം വന്നപ്പോൾ അത് മറച്ചു വെച്ചില്ല. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, വേദപാഠ അധ്യാപകൻ ഷാജു എന്നാണ് ചേട്ടയുടെ പേര്, പള്ളിപ്പറമ്പിൽ ഷാജു പീടി എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഷാജു മാഷെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഷാജു മാഷെ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, സെമിനാരി ചേർന്നാലോ? അപ്പോൾ ഷാജു മാഷ് പറഞ്ഞു, നല്ല ആഗ്രഹമാണ്, നിങ്ങൾ 4 മക്കളല്ലേ, നീ ആൺകുട്ടി, രണ്ടാമത്തെ മോൻ ആൺകുട്ടിയാണ്, നീ സെമിനാരി ചേർന്നോ, നല്ലതായിരിക്കും. ഞാൻ ഷാജു മാഷോട് ചോദിച്ചു, ഏത് സഭയിലെ ചേരാ? ഷാജു മാഷ് സത്യദീപം വരുന്നുണ്ട്. അപ്പോൾ സത്യദീപത്തിൽ ഷാജു മാഷ് എല്ലാ അഡ്രസ്സൊക്കെ നോക്കി. അഡ്രസ്സ് നോക്കി കഴിഞ്ഞപ്പോൾ 2 മേൽവിലാസത്തിലേക്ക് എഴുതിക്കൊള്ളാനായിട്ടാണ് ഷാജു മാഷ് പറഞ്ഞത്. 1 വിൻസെൻഷൻ സഭ, 2 ലാസലെറ്റ് സഭ. ലാസലെറ്റ് സഭ മാതാവിനെ കാണാൻ ആ പിക്ചർ നല്ല ഭംഗിയുണ്ട്, മാതാവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ലാസലെറ്റ് സഭയിലേക്ക് സ്വാഗതം. അപ്പോൾ സാറ് പറഞ്ഞു, എടാ മാതാവിൻ്റെ സഭയിലേക്ക് ഞാൻ അങ്ങോട്ട് ചേർന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് ഏത് സഭ? സാറ് ലാസലെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനറിയില്ല. ലാസലെറ്റ് മാതാവിൻ്റെ സഭ എന്ന് പറയാൻ പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ സാറാണ് എനിക്ക് വേണ്ടി കത്തെഴുതിയത്. കത്തെഴുതി അവിടുന്ന് അച്ഛൻ വന്നു, വീട്ടിൽ നിന്ന് എന്നെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു. ആദ്യമായിട്ട് വല്ലാത്ത വിജയമായിരുന്നു. എന്നെ ഇൻ്റർവ്യൂ ചെയ്തു, ചോദിച്ച നമസ്കാരങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു, എന്നെ തിരഞ്ഞെടുത്തു. ലാസലെറ്റ് സഭയിലേക്ക്, പേര് പോലും പറയാനറിയാത്ത സഭയിലേക്ക് മാതാവ് എന്നെ അവിടെ കൊണ്ട് ചേർത്തി. ലാസലെറ്റ് സഭയിൽ ചേർന്നു. സെപ്റ്റംബർ 19-ാം തീയതിയാണ് മാതാവിൻ്റെ തിരുനാൾ. സെമിനാരി ചേർന്ന് 2ാമത്തെ വർഷം വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ്. 19-ാം തീയതി തിരുനാൾ കഴിഞ്ഞ് വീട്ടിലേക്ക് അവധിക്ക് പെട്ടെന്ന് പറഞ്ഞയക്കുക, ഓണാവധിക്ക് പറഞ്ഞയക്കുക. 5 ദിവസമുള്ള അവധി. വീട്ടിലേക്ക് അവധിക്ക് വന്നപ്പോൾ അപ്പച്ചനും അമ്മച്ചും പറഞ്ഞത്, മോൻ വന്നിരിക്കുകയാണല്ലോ, കറി വെക്കാനായിട്ട് തേങ്ങയില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മരം കയറും. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഒളിച്ചുകളി ഉണ്ടല്ലോ, അമ്പസ്ഥാനി എന്ന് പറയും, 50 വരെ എണ്ണീട്ടുള്ള ഒളിച്ചുകളി. ഞാൻ ഒളിച്ചിരുന്നത് മുഴുവനും മരത്തിൻ്റെ മുകളിലാണ്, ഒന്നല്ലെങ്കിൽ തെങ്ങിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ പ്ലാവിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ അപ്പനും അമ്മയോടും പറഞ്ഞു, അപ്പച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞു, ഞാൻ തേങ്ങ കയറി തേങ്ങയിടാം. അപ്പോൾ അവർക്ക് സന്തോഷമായി, അവരും കൂടെ വന്നു. ഞാൻ തേങ്ങ കയറുകയാണ്. തേങ്ങ കയറുമ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മോനെ സൂക്ഷിച്ചോളോ, സൂക്ഷിച്ച് കയറിക്കോളോ. അപ്പോൾ എൻ്റെ മനസ്സിൽ അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പനെന്താ സുഖേട്, എനിക്കറിഞ്ഞൂടെ കയറാനായിട്ട്. ആ അഹങ്കാരം വെച്ചാണ് ഞാൻ കയറി. അവിടെ ഇരുന്നു. 3ാമത്തെ മടലയിലിരുന്നു. മടലെ പിടിച്ച്, അതിൻ്റെ മുകളിലത്തെ മടലെ പിടിച്ച് തേങ്ങ പിരിച്ചിടുന്ന സമയത്തുണ്ടല്ല, ആ ഇരുന്ന മടല അങ്ങോട്ട് പോന്നു. പിന്നെ പെട്ടെന്നായിരുന്നു അടുത്ത മടൽ,
മൂന്നാമത്തെ പെടലെ ഞാൻ പിടിച്ചു. അപ്പോഴേക്കും ഞാനും തെങ്ങും തമ്മിൽ അകലായി. വഴുക്കി കൈ വഴുതി ഞാൻ തെങ്ങേന്ന് വീണു. ഞാൻ വീണ് നേരെ ബാക്ക് കുത്തി വീഴുമ്പോഴേക്കും എന്നതേ അപ്പം കയറി വട്ടം പിടിച്ചു. അയൽവക്കക്കാർ ഓടി വന്നു. ഞാനപ്പോൾ എൻ്റെ നെഞ്ചത്തടിച്ചുകൊണ്ടിരിക്കുക ശ്വാസം കിട്ടാനായിട്ട്. അമ്മയുടെ നെഞ്ചത്തടിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും അപ്പനും അമ്മേനും ചീത്തയും തെറിയൊക്കെ പറഞ്ഞു. അതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. ആശുപത്രി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല, കൈപോക്ക് കാൽപോക്ക് വളയി തിരികെ ഒരു പ്രശ്നവുമില്ല. തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞാൻ റെക്ടറച്ഛനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ തെങ്ങേന്ന് വീണു. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, നീ തന്നെയാണ് വിളിക്കണേ? ഞാൻ തന്നെയാണ് വിളിക്കണേ. ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അച്ഛൻ വന്നു. എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ തെങ്ങേന്ന് വീണിട്ട് ജീവനോടെ ഒരാളെ കാണുന്നത് ആദ്യമായിട്ടാണ്. മോനെ മാതാവ് വിളിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുക. ഒരാഴ്ച എനിക്ക് ആ അവധി നീട്ടി തന്നു. അതിനുശേഷം ഞാൻ സെമിനാരിലേക്ക് ചെല്ലുകയാണ്. സെമിനാരിലേക്ക് ചെന്നിട്ട് എനിക്ക് എന്തുകൊണ്ടോ 2ാം നിലയിലാണ് ഞങ്ങൾ കിടക്കുന്ന സ്ഥലം, ഡോർമെറ്ററി. അങ്ങോട്ട് കയറാനായിട്ട് പറ്റുന്നില്ല. അങ്ങോട്ട് കയറുമ്പോൾ നടുവിന് വേദന, കാലിന് വേദന. ഞാനത് റെക്ടറച്ഛനോട് പറഞ്ഞപ്പോൾ റെക്ടറച്ഛൻ പറഞ്ഞു അങ്കമാലി LF ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. അവിടെ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എൻ്റെ നടുവിന് പൊട്ടൽ പറ്റിയിട്ടുണ്ട്, നട്ടെല്ല് പൊട്ടി. ഡോക്ടർ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞു നീ വരാനെന്നുണ്ടെങ്കിൽ അരയെന്ന് കീഴ്പോട്ടേക്ക് തളർന്നു പോകുമായിരുന്നു. ഇനി എന്താ ഇതിനൊരു പ്രതിവിധി? 3 മാസം റെസ്റ്റ് എടുക്കണം. 1.5 മാസം കിടന്ന കിടപ്പ്. ഇനി അടുത്ത 1.5 മാസം ബെൽറ്റ് ഇട്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാം. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ നെഞ്ചിൽ ഇടുത്തി വീണ പോലെയായിരുന്നു. മോനെ തെങ്ങ കയറ്റിയിട്ട് വീഴ്ത്തി നാട്ടുകാർ പറയില്ലേ. അമ്മയുടെ കണ്ണീര് അപ്പൻ്റെ കണ്ണീരൊക്കെ ഞാനന്നും ഓർക്കുന്നുണ്ട്. എന്നെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. അന്നെല്ലാവരും പറഞ്ഞു, ഇനി ഇവനെ സെമിനാറിൽ എടുക്കില്ല, നടു പൊട്ടിയനെ എങ്ങനെ സെമിനാറിൽ എടുക്കണേ, ഇനി എന്ന് കൂടാനാണത്? കൂടിയാലും സുഖപ്പെട്ടാലും അത്രയൊന്നും അങ്ങോട്ട് സുഖമാവില്ല. പക്ഷേ ഞാൻ അവിടെ വന്ന് 1.5 മാസം കിടന്നു. എന്നെ കർത്താവ് സ്പർശിച്ചു, സുഖപ്പെടുത്തുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. വീട്ടിൽ കിടക്കണ സമയത്ത് തന്നെ ഒരു ദിവസം ഒരു വലിയ കാറ്റും മഴയും വന്നു. അന്ന് അടുക്കളയിൽ നിന്ന് അമ്മ ഇടിവെട്ടേറ്റിട്ട് മോനെ എന്ന് വിളിച്ചിട്ട് മുൻവശത്തേക്ക് ഓടി വന്ന സമയത്ത് എൻ്റെ മേത്തേക്ക് ഒരു തെങ്ങ് വീഴണത് ഞാൻ കാണാം. മുൻവശത്ത് നിൽക്കണ തെങ്ങ് തന്നെ വീണ്ടും തെങ്ങിൻ്റെ രൂപത്തിൽ. ഞാൻ അവിടെ കണ്ണടച്ച് കിടന്ന മാതാവേ എന്നെ എടുക്കണമെങ്കിൽ എടുത്തോളൂ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ തെങ്ങ് നേരെ ഇടതുവശത്തേക്ക് പോയി അമ്മ നിന്നിരുന്ന അടുക്കളയിലേക്ക് വീഴുകയാണ്. ആ അടുക്കളയുടെ മൂല കൊണ്ടുപോയി ഒരു ആട്ടിൻ കൂടെ ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. പക്ഷെ ആടിനോ അമ്മയ്ക്കോ ഒരു പോറൽ പോലും ഏറ്റില്ല. മാതാവ് എന്നെ കാത്തു പരിപാലിച്ചു. അന്ന് നാട്ടുകാർ മുഴുവനും പറഞ്ഞു ഇനി എന്നെ സെമിനാരിലേക്ക് എടുക്കില്ല എന്ന്. പക്ഷെ 3 മാസം ഞാൻ കിടന്നു. കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ എന്നെ സുഖപ്പെടുത്തി. 3 മാസം കഴിഞ്ഞപ്പോൾ റെക്ടറച്ഛൻ പറഞ്ഞു, സുഖമായില്ലേ, ഇനി അത്യാവശ്യ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, അത്യാവശ്യം നടക്കാനൊക്കെ ആയില്ലേ, വാ സെമിനാരിലേക്ക് വാ. സ്നേഹമുള്ളവരെ, ഞാൻ 3 മാസത്തെ റെസ്റ്റിന് ശേഷം അങ്ങനെ സെമിനാരിലേക്ക് തിരിച്ചു ചെന്നു. അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ ദൈവവിളിക്ക് തടസ്സമായി മാറാവുന്ന പരീക്ഷകളെ ജപമാല പ്രാർത്ഥന വഴി നേരിട്ട സംഭവം ഈ ജീവിതത്തിലെ ശ്രദ്ധേയമായ അനുഭവങ്ങളിൽ ഒന്നാണ്. ജപമാല പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കാൻ ഈ ജീവിതാനുഭവങ്ങൾ ധാരാളമാണ്. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ വീണ്ടും സെമിനാരിയിലേക്ക് പ്രവേശിച്ചു. പക്ഷേ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒരു നിഴൽ പോലെ തുടർന്നു കൊണ്ടേയിരുന്നു. 1996 +2 പഠനശേഷം ഫിലോസഫി പഠനം ആരംഭിച്ചത്. ബാംഗ്ലൂർ സുവിദ്യ കോളേജിൽ MSFS അച്ഛന്മാർ നടത്തുന്ന സുവിദ്യ കോളേജിലാണ് ഫിലോസഫി പഠിച്ചത്. ആ കോളേജിലൊരു നിയമം ഉണ്ടായിരുന്നു, ഒരു വർഷം 3 വിഷയത്തിനെ തോൽക്കാവൂ. 25-26 വിഷയമുണ്ടെന്ന് ഓർക്കണം. അതിനകത്ത് 3 വിഷയത്തിനെ തോൽക്കാവൂ. 4ാമത്തെ ഒരു വിഷയത്തിന് തോറ്റു കഴിഞ്ഞാൽ കോളേജിലെ നിയമം എന്ന് പറയുന്നത് ആ വർഷം തുടരാനായിട്ട് പറ്റില്ല. ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും ജോയിൻ ചെയ്യണം. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ സെമിനാരിയിലെ നിയമം എന്ന് പറയുന്നത് വീട്ടിലേക്ക് പറഞ്ഞുവിടും. എൻ്റെ ജീവിതത്തിൽ ആ ദുരന്തവും സംഭവിച്ചു. 1996 എൻ്റെ ഫിലോസഫി പഠന കാലഘട്ടത്തിൻ്റെ
ആദ്യത്തെ സെമസ്റ്ററിൽ തന്നെ 3 വിഷയത്തിന് ഞാൻ തോറ്റു. എൻ്റെ പൗരോഹിത്യ സ്വപ്നങ്ങൾക്ക് വീണ്ടും കരിന്തിരി കത്തിത്തുടങ്ങി. എപ്പോൾ അണയുമെന്ന് അറിഞ്ഞുകൂടാ. ഞാനൊരു തീരുമാനമെടുത്തു. എന്തായാലും എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതിനേക്കാൾ നല്ലത് സ്വയം തന്നെ വീട്ടിൽ പോകുമല്ലേ. ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു, കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചു. പക്ഷേ റക്ടറച്ചനോട് കാര്യം പറയുന്നതിന് മുൻപ് എൻ്റെ മനസ്സിലൊരു തോന്നല, ആധ്യാത്മിക ഗുരു പുള്ളിയെ ഒന്ന് കണ്ട് കാര്യം സൂചിപ്പിച്ചേക്കാം, ബോധിപ്പിച്ചേക്കാം. അങ്ങനെ ഞാൻ MSF സഭയിലെ ആധ്യാത്മിക ഗുരു, എൻ്റെ ആധ്യാത്മിക ഗുരുവായ OV സക്രിയാസ് അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെല്ലുകയാണ്. ഒരു വൃദ്ധ വൈദികനാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ സെമിനാരി പഠനം പൂർത്തിയാക്കി വീട്ടിൽ പോവുകയാണ്. അപ്പം അച്ഛൻ ചോദിച്ചത് എന്തു പറ്റി? ഞാൻ പറഞ്ഞു, അച്ഛാ ഫിലോസഫിക്ക് 3 വിഷയത്തിന് തോറ്റു. ഫസ്റ്റ് സെമ്മേ ആയിട്ടുള്ളൂ, ഇനി എത്രയോ വിഷയങ്ങളാണ് വരാനിരിക്കുന്നത്. 4ാമതൊരു വിഷയത്തിന് തോൽക്കുന്ന ഉറപ്പാണ്. 4ാമതൊരു വിഷയത്തിന് തോറ്റാൽ എന്നെ പറഞ്ഞ് വീട്ടിൽ വിടും. അതെനിക്ക് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവുക. അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു, മോനെ നിൻ്റെ മാതാവിൻ്റെ സഭയല്ലേ? ഞാൻ പറഞ്ഞു, അതെ അച്ഛാ, ലാസലേറ്റ് മാതാവിൻ്റെ സഭയാണ്. എത്ര കൊന്ത നീ ചെല്ലാറുണ്ട്? അതൊരു വല്ലാത്ത ചോദ്യമായിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു ജപമാല, അത് സമൂഹം എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെല്ലുമ്പം അത് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. അച്ഛൻ പറഞ്ഞു, മോനെ മാതാവിൻ്റെ സഭയിലായി നീ ഒരു ജപമാല ചൊല്ലിയാൽ പോരാ, ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. 4ാമതൊരു വിഷയത്തിന് തോറ്റിട്ടില്ലല്ലോ, തോൽക്കുമ്പോൾ വീട്ടിലേക്ക് പോയാൽ മതി, അപ്പോഴത്തെ കാര്യം അപ്പോൾ ചിന്തിക്കാം. എന്തായാലും നീ പോയി ജപമാല കൂടുതൽ, എത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം അത്രയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെ പറഞ്ഞ് ആ വൈദികൻ എന്നെ തിരിച്ച് എൻ്റെ ഭവനത്തിലേക്ക് അയക്കുകയാണ്, സെമിനാരിലേക്ക് അയക്കുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വൃദ്ധനായ വൈദികൻ, അദ്ദേഹത്തിന് എന്ത് അറിവുണ്ട്, എന്ത് ജ്ഞാനമുണ്ട്? ജപമാല ചൊല്ലിയ പരീക്ഷയ്ക്ക് ജയിക്കുമോ? 3 വിഷയത്തിൽ തോറ്റിട്ടായിരിക്കണേ. എന്തായാലും വീട്ടിൽ പോവുക തന്നെ. അച്ഛന് വിവരമില്ലാഞ്ഞിട്ട് അച്ഛന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ പറയണേ. ഞാൻ അങ്ങനെ തന്നെ തീരുമാനിച്ചാണ് അന്ന് സെമിനാരിലൊരു സന്ധ്യയ്ക്കാണ് എത്തുന്നത്. എല്ലാം അടക്കിപ്പുറക്കി വെച്ച പെട്ടിയൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ റക്ടറച്ചനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഉള്ളിലൊരു പ്രേരണ, രാത്രി ഈ സമയമായില്ലേ, ഇനി അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട, നാളെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പറയാം. അങ്ങനെ അന്ന് ഞാൻ റക്ടറച്ചനോട് കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ ഉള്ളിലൊരു പ്രേരണ, ആധ്യാത്മിക ഗുരു പറഞ്ഞതല്ലേ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, എന്തായാലും പള്ളിയിൽ പോയിരുന്ന ഒരു ജപമാല അങ്ങ് ചൊല്ലിയേക്കാം. അന്ന് ഞാൻ ചാപ്പലിൽ പോയിരുന്ന ഒരു ജപമാല, മുഴുവൻ ജപമാല കൂടുതലായിട്ട് അങ്ങ് ചൊല്ലി. രാത്രി കിടന്നുറങ്ങി. പ്രഭാതത്തിൽ അച്ഛനെ കാണാനായിട്ട് ഞാൻ ചെന്നപ്പോൾ അച്ഛൻ എന്തോ തിരക്കായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി കോളേജിൽ പോയി തിരിച്ചു വന്നിട്ട് അച്ഛനോട് പറയാം. അങ്ങനെ ഞാൻ കോളേജിൽ പോയി തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴേക്കും ഈ അച്ഛനോട് വീട്ടിൽ പോകണം, സെമിനാരി പഠനം ഉപേക്ഷിച്ച് വീട്ടിൽ പോകണം എന്നുള്ള ആഗ്രഹം, ആ ഒരു ആഗ്രഹം പറയണമെന്നുള്ള ആഗ്രഹം അങ്ങനെ കുറഞ്ഞു വന്നു. അപ്പോഴേക്കും ഞാൻ കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. 2 ജപമാല, 3 ജപമാല, 4 ജപമാല, 5 ജപമാല. കുളിക്കുമ്പോൾ ഒരു കപ്പ് എടുത്ത് വെള്ളം തലയിൽ ഒഴിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ, സോപ്പിടുമ്പോൾ പരിശുദ്ധ മറിയമേ, ഇനി തോർത്തുന്ന സമയത്ത് പിതാവിനും പുത്രനും. അങ്ങനെ ജപമാല മയമായ ജീവിതം. നിങ്ങൾക്കറിയുമോ, ഒരു ദിവസം ഞാൻ ആ കാലഘട്ടത്തിൽ 20 ജപമാലയൊക്കെ ചൊല്ലുമായിരുന്നു. വിശ്വസിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. സ്നേഹമുള്ളവരെ, 1996 ആ 3 പരീക്ഷയ്ക്ക് ഞാൻ തോറ്റില്ലേ. അതിനുശേഷം ഇന്ന് വരെ ഒരു ക്ലാസ് ടെസ്റ്റിന് പോലും ഞാൻ തോറ്റിട്ടില്ല. എൻ്റെ കഴിവൊന്നല്ല കേട്ടോ. പരിശുദ്ധ അമ്മ പറയുന്നില്ലേ, എളിയവരെ അവിടുന്ന് ഉയർത്തുമെന്ന്. കർത്താവിലാണ് ശരണപ്പെടേണ്ടത്. 1 പത്രോസ് 5:6 പറയുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടായിരിക്കുക, അവിടുന്ന് നിന്നെ ഉയർത്തുമെന്ന്. അതെ, നമ്മയൊക്കെ ഉയർത്തുന്നത് കർത്താവ് തന്നെയാണ്. കർത്താവ് തന്നെയാണ് എന്നെ ഉയർത്തിയത്, കർത്താവ് തന്നെയാണ്. തോൽക്കുമെന്ന് വിചാരിച്ച പരീക്ഷകളിൽ ഞാൻ പിന്നെ ജയിച്ചു. പിന്നീട് ഒരു പരീക്ഷയ്ക്കും തോറ്റിട്ടില്ല, ഒരു പരീക്ഷയ്ക്കും തോറ്റില്ല. പിന്നീടും തുടർന്ന് പലതും പഠിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഉപേക്ഷിച്ച് വീണ്ടും വീട്ടിലേക്ക് പോകണമെന്നുള്ള ആ ആഗ്രഹം പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്താൽ വീണ്ടും എൻ്റെ ജീവിതത്തിൽ തിരിതെളിയുകയാണ്. അമ്മ എന്നെ ചേർത്ത് നിർത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചിത്രം എന്ന് പറയുന്നത് കുരിശിൻ കീഴിൽ യോഹന്നാനെ ചേർത്ത് പിടിച്ചു തീർക്കണ പരിശുദ്ധ അമ്മ.
അങ്ങനെയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കുരിശ് തന്നെയായിരുന്നു ഈ പരീക്ഷയുടെ തോൽവി, പഠനം എന്ന് പറയുന്നത്. പക്ഷെ അമ്മ എന്നെ ചേർത്ത് നിർത്തി. ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന എങ്ങനെയായിരുന്നു അറിയോ? ചോദ്യ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മേ മാതാവേ, ഉത്തരങ്ങളൊക്കെ എൻ്റെ കാതിൽ പറഞ്ഞു തന്നോളൂ കേട്ടോ. എഴുത്ത് പരീക്ഷയ്ക്കാണെങ്കിൽ പറയും, എൻ്റെ കരം പിടിച്ച് എഴുതിച്ചോളൂ. അതൊരു വലിയ ശക്തി തന്നെയാണ്, വല്ലാത്തൊരു ശക്തി. അമ്മ കൂടെ നടക്കുന്ന അനുഭവമാണ്. കുരിശിൻ ചുവട്ടിൽ ഞാൻ വിശ്വസിക്കുന്നത് പ്രകാരമാണ്, യോഹന്നാൻ തളർന്നു വീഴാതെ സ്വന്തം മകൻ്റെ ചോരയിൽ ചവിട്ടി നിന്ന ആ അമ്മയുണ്ടല്ലോ, അവനങ്ങ് ചേർത്ത് പിടിച്ചു. നമ്മുടെ ജീവിതങ്ങളൊക്കെ അങ്ങനെയാണ്, തളർന്നു വീഴാതെ അമ്മ ചേർത്ത് പിടിക്കും. എൻ്റെ ജീവിതത്തിൽ തുടർന്ന് ഏറ്റവും വലിയ അനുഭവം നടന്നു. എന്താണെന്നല്ലേ? 2005 സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ദിവസം തിരുപ്പട്ടം സ്വീകരിച്ച് ഒരു പുരോഹിതനായി ലാസലറ്റ് സഭയിൽ. ലാസലറ്റ് അമ്മ തൻ്റെ മാറിലറിഞ്ഞിരിക്കുന്ന ക്രൂശ് രൂപം പോലെ എന്നെ ചേർത്ത് പിടിച്ച അനുഭവമായിരുന്നു. ഒരിക്കലും വൈദികരാവാനായിട്ട് യോഗ്യതയൊന്നുമില്ല. എത്ര തവണ ഇങ്ങനെ ഈ തിരുപ്പട്ടത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന അനുഭവങ്ങളുണ്ടായി, അപകടങ്ങളുണ്ടായി, പരീക്ഷയ്ക്ക് തോറ്റു. പക്ഷേ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെങ്കിലേ നമുക്കെല്ലാം സാധ്യമാകും. വിശ്വസിപ്പിച്ചു. അതുകൊണ്ട് അമ്മ വിളിച്ചു, നിന്നെ അമ്മ വിളിക്കുന്നുണ്ടല്ലോ എന്ന് അച്ഛൻ പറഞ്ഞ വാക്ക് അന്വർത്ഥമായി. സെപ്റ്റംബർ 8 തന്നെ തിരുപ്പട്ടം സ്വീകരിച്ചു. തിരുപ്പട്ടം സ്വീകരിച്ച് അന്ന് രാത്രി പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ, സെപ്റ്റംബർ 8 നിൻ്റെ ജന്മദിനമല്ലേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നെ ഒന്ന് ഗ്രീറ്റ് ചെയ്തുകൂടെ? ഇന്ന് ഞാനും ഒരു പുരോഹിതനായിട്ട് പിറന്ന ദിവസമാണ്. സന്തോഷമായിരുന്നു. ഇന്നത് പറയുമ്പോഴും വല്ലാത്ത സന്തോഷമാണ്. എന്തെന്നാൽ അമ്മ കൂടെ നടക്കുമ്പോൾ ആരാ സന്തോഷിക്കാതിരിക്കുക? നമ്മുടെ ചാരത്തുണ്ട് അമ്മ. ഈ ഒരു വിശ്വാസം എന്നെ തുടർന്ന് നയിച്ചിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുക. മിഷൻ മേഖലയിൽ ശുശ്രൂഷ ചെയ്യവേ അച്ഛന് അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. ജീവൻ പോലും പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടന്നു നീങ്ങിയ അനുഭവങ്ങൾ അച്ഛൻ നമ്മോട് പങ്കുവെക്കുന്നു. തിരുപ്പട്ടത്തിന് ശേഷം 1.5 വർഷമേ ഞാൻ കേരളത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം എന്നെ സഭ അയക്കുന്നത് ആന്ധ്രയിലെ വിശാഖപട്ടണം രൂപതയിലേക്കാണ്. വിശാഖപട്ടണം രൂപതയിൽ ഗോദാവരി ഇടവക വിഭജിച്ച് ഞങ്ങൾക്ക് ഒരു പുതിയൊരു ഇടവക തരികയാണ്. എനിക്ക് തെലുഗു നന്നായിട്ട് അറിയില്ല. അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ ഈ ഇടവകയിൽ വികാരിയായിട്ട് ചാർജ് എടുക്കാം, പക്ഷേ എനിക്കൊരു ഭാഷാപരം വേണം, തെലുഗു നന്നായിട്ട് പഠിക്കണം. മാതാവ് തന്നു. നന്നായിട്ട് തെലുഗു പഠിക്കാനും പ്രസംഗിക്കാനും ഉള്ള കഴിവ് മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് വീണ്ടും ലഭിച്ചു. ആന്ധ്രയിൽ വിശാഖപട്ടണം രൂപതയിൽ തന്നെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്മസ് ആഘോഷങ്ങളാണ്. അന്ന് ഇടവകയിൽ ആദ്യമായിട്ട് ക്രിസ്മസ് ആഘോഷം നടക്കുന്നു. അത് ഇടവകയാകുന്നതിന് മുൻപ് അവിടുത്തെ ക്രിസ്മസ് ആഘോഷം നടന്നിരുന്നത് 25 വൈകിട്ടാണ്. എന്നാൽ ഇടവകയായതിനു ശേഷം 24 രാത്രി ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ നടന്നു. ആ പള്ളിയുടെ കീഴിൽ 6 കുരിശുപള്ളികളുമുണ്ട്. അപ്പോൾ 24 ഇടവക പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ശേഷം 25 അടുത്ത ഇടവകയിൽ, 26 അടുത്ത ഇടവകയിൽ, അങ്ങനെ 30-31 വരെ എല്ലാ കുരിശുപള്ളിയിലും കൂടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നന്നായിട്ട് തന്നെ നടന്നിരുന്നു. നമുക്കറിയാമല്ലോ, ആന്ധ്രയിൽ പല സമുദായങ്ങളുണ്ട്, ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ അടുത്ത് മറ്റൊരു ക്രിസ്ത്യൻ സമുദായം കൂടെ, ഒരു വിഭാഗം കൂടെ ഉണ്ട്. അപ്പോൾ 24 രാത്രി ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. 25 രാത്രി ആ സമുദായവും ക്രിസ്ത്യൻ സമുദായവും അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ 25 ഇടവക ദേവാലയത്തിന് 15 കിലോമീറ്റർ അകലെയുള്ള വേറൊരു ഗ്രാമത്തിൽ പോയി അന്ന് അവിടെ കുർബാനയ്ക്ക് ശേഷം കലാപരിപാടികൾ 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളാണ്. ഇതിനൊക്കെ ശേഷം ഞങ്ങൾ വീടണയുന്നത് പ്രഭാതത്തിൽ പുലർച്ചെ 2 മണി 3 മണിക്കൊക്കെ ആയിരിക്കും. സ്നേഹമുള്ളവരെ, അന്ന് ആ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നപ്പോൾ 3 മണിയായി. 26 പ്രഭാതത്തിൽ ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു പയ്യൻ വന്നിട്ട് 6 മണിക്ക് എന്നെ വാതിൽ തട്ടി മുട്ടി വിളിക്കുക. അപ്പം അന്ന് വലിയ വീടൊന്നുമില്ല, ചെറിയൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ പ്രഭാതത്തിൽ എന്നെ ഉണർത്താനായിട്ട് കാരണം? അവൻ പറഞ്ഞു, അച്ഛാ, ഇന്നലെ രാത്രി നമ്മുടെ അടുത്ത പള്ളിയിലെ ആ ക്രിസ്മസ് ആഘോഷം അലങ്കോലമായി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അവൻ പറഞ്ഞു, അച്ഛാ,
അവിടെ ക്രിസ്മസിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ആ കലാപരിപാടികളുണ്ടല്ലോ, കലാപരിപാടികൾ നടക്കുമ്പോൾ ഒരു പെൺകുട്ടി വസ്ത്രം മാറുന്നത് ഒരു യുവാവ് ക്യാമറയിൽ പിടിച്ചു. അയ്യോ, അതെങ്ങനെ സംഭവിച്ചത്? ആരാണ് ചെയ്തത്? ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, അവരുടെ സമുദായത്തിൽപ്പെട്ട തന്നെ ഒരാളാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ അടിയും ബഹളമൊക്കെ ആയി. അച്ഛനൊന്ന് സൂക്ഷിക്കണം. ഞാൻ ചോദിച്ചോടാ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാനെന്തിനാ സൂക്ഷിക്കുന്നേ? അവൻ പറഞ്ഞു, അല്ല അച്ഛാ, നമ്മുടെ ഒരു പയ്യൻ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു പയ്യൻ്റെ ഒത്താശയോട് കൂടിയാണ് ഇത് ചെയ്തതെന്നാണ് അവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് അവനിപ്പോൾ ഒളിവിലാണ്. അച്ഛനും ആരും വന്നു കഴിഞ്ഞാൽ വധകൊന്നും തുറക്കണ്ട, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല. അവനതും പറഞ്ഞ് പോയി. ഞാൻ വീണ്ടും വന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങി. പക്ഷെ ഒരു 7 മണിയായപ്പം എൻ്റെ വാതിലിൽ വീണ്ടും ആരോ ഒരാൾ മുട്ടി. തുറന്ന് ഞാൻ ചെന്ന് നോക്കുമ്പം അടുത്ത ആ പള്ളിയിലെ പാസ്റ്റർ, അവരുടെ കമ്മിറ്റിക്കാർ 4-5 പേരുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം ഈ പ്രഭാതത്തിൽ? അവർ പറഞ്ഞു, അച്ഛാ, കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ ആ ചെറിയ വീടിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. അവരകത്ത് കയറ്റി അങ്ങ് ഇരുത്തി. ഞാൻ അകത്തേക്ക് പോയി. അവരോട് ഞാൻ പറഞ്ഞു, അവരകത്തേക്ക് കയറ്റി ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പല്ല് തേച്ചിട്ട് വരാം, മുഖം കഴുകിയിട്ടില്ല. തീർച്ചയായിട്ടും. അങ്ങനെ അവരോട് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി. ഞാൻ എൻ്റെ മുറിയിൽ കയറി ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ആ റോട്ടിൽ മുഴുവനും അവരുടെ സമുദായത്തിലെ ആളുകളാണ്. കയ്യിൽ അത്യാവശ്യം നല്ല മാരക ആയുധങ്ങളുണ്ട് താനും. എൻ്റെ മനസ്സിൽ തീയായിരുന്നു. അന്ന് എനിക്കധികം തെലുങ്ക് അറിയില്ല. ജൂണിലാണ് ഇടവക ആരംഭിക്കുന്നത്. ആ വർഷത്തെ ക്രിസ്മസാണ് ആലോചിക്കണേ. എനിക്കധികം തെലുങ്ക് അറിയില്ല. ഞാൻ മാധവനോട് പറഞ്ഞു, എന്ത് ചെയ്യും? ഞാൻ പല്ലൊക്കെ തേച്ച് മുഖം കഴുകി വന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 300 മീറ്റർ 400 മീറ്റർ ദൂരമുണ്ട്. അങ്ങോട്ട് പോയി വരാൻ പറ്റില്ല. എൻ്റെ മുറിയിൽ ലാസ്റ്റിലേറ്റ് മാതാവിൻ്റെ ഒരു കലണ്ടർ ഉണ്ട്. ഞാൻ അവിടെ മുട്ടുകുത്തി അങ്ങ് പ്രാർത്ഥിച്ചു, മാതാവേ, ദേ ഇന്ന് ക്രിസ്മസാണ്, ക്രിസ്മസിൻ്റെ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. പക്ഷേ എനിക്കിട്ടില്ല, ഇന്ന് ദുഃഖവെള്ളിയാ. കർത്താവ് കുരിശും വരച്ച അനുഭവമാണ്. ദേ എന്നെ അവർ തല്ലിക്കൊല്ലും, കാത്തോളണം കേട്ടോ. ഞാനതും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് കടന്നു ചെന്നു. കൂട്ടുമുറി പോയി. മാതാവ് ഇങ്ങനെ ഉള്ളിൽ ഒരു പ്രചോദനം വരിക. ദേ തലവശത്ത് കേക്ക് ഇരിക്കുന്നുണ്ടല്ലോ, അതെടുത്ത് അവർക്ക് കൊടുക്കുക. കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു. എല്ലാവർക്കും 4 പേർക്ക് 5 പേർക്ക് അവരിരിക്കുന്നവർക്ക് ഓരോ ഗ്ലാസ്സിൽ കൂൾ ഡ്രിങ്ക്സും ഓരോ കഷ്ണം കേക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരെ ഹാപ്പി ക്രിസ്മസ് എന്ന് ഗ്രീറ്റ് ചെയ്തു. അതിൽ തന്നെ അവർ പകുതി തണുത്തു. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? അവർ പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു, ഞങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ അലങ്കോലമായി. ഞാൻ ചോദിച്ചു, ആരാണ് ഇതിന് കാരണം? ഇല്ല, ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇതിനാണ് ഫോട്ടോ എടുത്തത്. ഇതിനകത്ത് എന്താണ് എന്നെ വലിച്ചു കഴിക്കുന്നത്? അല്ല, അച്ഛൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്, അച്ഛൻ്റെ മതത്തിൽപ്പെട്ട ഒരാളാണ് ഇതിന് പ്രോത്സാഹിപ്പിച്ചത്, ഒരു യുവാവാണ് പ്രോത്സാഹിപ്പിച്ചത്. ഞാൻ പറഞ്ഞു, ഓക്കെ, അവനെ വിളിക്കാം. ഞാൻ ഉടനെ ഫോൺ എടുത്ത് അവനെ വിളിച്ചു. അവൻ വന്നപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ അവനോട് ഫോട്ടോ എടുക്കരുത് എന്നാണ് പറഞ്ഞത് അത്രേ. അപ്പോൾ എന്നെ തല്ലിയത് ദേ ഈ കൂട്ടത്തിലിരിക്കുന്ന എൻ്റെ അമ്മാവനാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ അമ്മാവനോട് ചോദിച്ചു, ഇയാൾ തല്ലിയത് കാരണമല്ല ഈ പ്രശ്നമുണ്ടായത്? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പയ്യനെ വിളിക്ക്. അവരുടെ പയ്യനെ വിളിക്കാൻ ആളെ വിട്ടേച്ച് പയ്യൻ വന്നില്ല. അവൻ്റെ അമ്മ വന്നു. അവൻ്റെ അമ്മ വന്നിട്ട് കാൽക്കൽ വീണ് ഞങ്ങളുടെയൊക്കെ കാൽക്കൽ പറഞ്ഞു, അച്ഛാ, ദേ എൻ്റെ മോനാണ് തെറ്റ് ചെയ്തത്, അവൻ അങ്ങനെ ഒരു ദുർബുദ്ധി തോന്നി, അവനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, ഇത് അമ്മ അങ്ങനെ കരയണ കണ്ടിട്ട് അവരുടെ സമുദായത്തിൽപ്പെട്ട പാസ്റ്റർ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അങ്ങേര് പറയാതെ, അച്ഛാ, ഇവരോട് ഞാൻ മദ്യപിച്ച് പള്ളിയിൽ വരുമായിരുന്നു, എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ഇവർ മദ്യപിച്ച് പള്ളിയിൽ വന്നത് കാരണമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഉടനെ ഞാൻ റോഡിലേക്ക് നോക്കിയപ്പോൾ അപ്പോഴേക്കും ഞങ്ങളുടെ ഇടവക്കാരെല്ലാവരും പറഞ്ഞു, ഇതേ അച്ഛനെ തല്ലി കൊല്ലാൻ വന്നിരിക്കുകയാണ്. റോട്ടിൽ ഭയങ്കര ബഹളമായി. നമ്മുടെ കത്തോലിക്കരായ എല്ലാവരും റോട്ടിൽ നിൽക്കുകയാണ്. അവർ പരസ്പരം ഒന്നും തള്ളായി. ഞാൻ ഇറങ്ങിച്ചിട്ട് അറിയാവുന്ന തിരക്കിൽ പറഞ്ഞു, ദേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, അച്ഛനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം, അപ്പോൾ നിങ്ങൾ തല്ലാനും കൊല്ലാനും വന്നാൽ മതി. തിരിച്ചകത്തേക്ക് വന്നപ്പോൾ ഒരു വലിപ്പം വന്നിട്ട് പറഞ്ഞു, ദേ ഞങ്ങളുടെ അച്ഛനെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ രക്തപ്പുഴ ഒഴുകും. ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ, പുഴ ഒഴുക്കാറായിട്ടില്ല, സമാധാനമായിട്ട് ഇവരോട് സംസാരിക്കാൻ വന്നിരിക്കുക. സ്നേഹമുള്ളവരെ, അന്ന് ഈ അമ്മച്ചിയെ പറഞ്ഞു വിട്ടു, ഈ ചേട്ടനെ പറഞ്ഞു വിട്ടു, മാതാവ് ജീവിതത്തിൽ ഇടപെട്ടു. ഞാൻ അവരോട് പറഞ്ഞു,
നമ്മൾ ഈ ഈ ദുശീലങ്ങൾ, ഈ മദ്യം എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നം വന്നത്. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നേ, നമുക്ക് സ്നേഹത്തോടെ പിരിയാം. അവരും അത് സമ്മതിച്ചു. അവർ എഴുന്നേറ്റ് ഹാപ്പി ക്രിസ്മസ് അച്ഛാ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ പിരിഞ്ഞു. ഞാൻ നോക്കുമ്പം പരസ്പരം തല്ലാനും കൊല്ലാനും വന്ന ആളുകളും എല്ലാം സോൾവായി എന്ന് പറഞ്ഞ് വീടുകളിലേക്ക് തിരിച്ചു പോകുന്നതാണ് കണ്ടത്. തിരിച്ച് ഞാനൊരു മുറി വന്നു. മാതാവിൻ്റെ കലണ്ടർ ഉണ്ടല്ലോ, ലാസ്റ്റിൽ മാതാവിൻ്റെ കലണ്ടർ, അവിടെ മുട്ടുകുത്തിയേ നന്ദി പറഞ്ഞ് മാതാവിൻ്റെ കലണ്ടറിലൊന്ന് ചുംബിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഹാപ്പി ക്രിസ്മസ്, മരിച്ചാലും മറക്കില്ല കേട്ടാ, ജീവൻ തിരിച്ചു കിട്ടിയതാണ്. മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ ആ പ്രാർത്ഥന കേൾക്കും എന്നതിന് തെളിവാണ് ഈ ജീവിതാനുഭവങ്ങൾ. തൻ്റെ അമ്മയുടെ രോഗവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ അച്ഛൻ പങ്കുവയ്ക്കുന്നു. ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്ന് ആശുപത്രി പോയിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയമ്മേ? അല്ല, ചെറിയൊരു വേദനയായിട്ട് പോയതാ. അമ്മയോട് ചോദിച്ചു, എന്താ പറ്റിയേ? അമ്മ പറഞ്ഞു, മോനെ ഡോക്ടർ പറഞ്ഞത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു വല്ലാത്ത ആഘാതമായിരുന്നു. എന്തെന്നാൽ അമ്മച്ചിക്ക് നടുവിൻ്റെ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളതാണ്. അമ്മയോട് ഞാൻ പറഞ്ഞു, ഇനി ഡോക്ടർ എന്നതാ പറഞ്ഞിരിക്കണേ? അല്ല മോനെ, തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിൽ പോയി മാമോഗ്രാം ചെയ്യണം, അത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ചികിത്സ ആരംഭിക്കാൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അമ്മയോട് ഞാൻ പറഞ്ഞു, എന്നാൽ നാളെ തന്നെ പോവുക, ആശുപത്രി പോയിക്കോളൂ. പിറ്റേ ദിവസം അമ്മ ആശുപത്രി പോകുമെന്ന് ഞങ്ങൾക്കറിയാം. വളരെ സന്താപകരമായൊരു അവസ്ഥയാണത്. ഞാൻ മാതാവിനെ വീണ്ടും വിളിച്ചു. ലാസ്റ്റിലേറ്റ് ആശ്രമത്തിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, അനേക ആയിരങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന രൂപ. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും വളരെ വിഷമത്തോടു കൂടി തന്നെ ആ രൂപം ഒരു ടാറിട്ട റോഡിൻ്റെ അവസാനത്തിലാണത്. ആ റോട്ടിൽ ഞാനും അച്ഛനും മുട്ടുകുത്തി നിന്നു. കരങ്ങൾ വിരിച്ചു പിടിച്ച് ഒരു ജപമാല മുഴുവനും ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ പോയതിന് ശേഷം ഇവിടുത്തെ ആരാധന ചാപ്പലിൽ ഞാൻ പോയി ദിവികാരണത്തെ തൊട്ടുകൊണ്ട് ഒന്നുകൂടെ അമ്മച്ചിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു. കർത്താവ് ഈശോ മിശിഹായെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഞാൻ അപേക്ഷിക്കുക, ഈ ഒരു അസുഖം എൻ്റെ അമ്മയ്ക്ക് കൊടുക്കരുത്, പാവമാണത്. ഇനി അങ്ങേക്കത് ഇഷ്ടമാണ്, അമ്മ സഹിക്കണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആവട്ടെ. ഈ ഒരു പ്രാർത്ഥന കുറച്ച് നേരം പ്രാർത്ഥിച്ച് വചനമൊക്കെ വെച്ച് ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിച്ചു അമ്മയുടെ അസുഖത്തെ. പിറ്റേ ദിവസം ഞങ്ങൾ അമല മെഡിക്കൽ കോളേജിൽ ചെന്നു. ഉച്ചയ്ക്ക് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് അമ്മ ആശുപത്രിയുടെ ഉമ്മറത്ത് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. സ്നേഹം കൂടുമ്പോൾ ഞാൻ അമ്മേനെ വിളിക്കുന്നത് പേരാണ്. ഞാൻ അമ്മേരെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, മറിയംകുട്ടി എന്താ പറഞ്ഞ ഡോക്ടർ? അപ്പം അമ്മ പറഞ്ഞു, മോനെ 2 ബ്രസ്റ്റിനും മാമോഗ്രാം ചെയ്തു, ടെസ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞേ. സ്നേഹമുള്ളവരെ, ഇതൊരു മാതാവിൻ്റെ സംരക്ഷണമായിട്ടാണ് ഞാൻ കണക്കാക്കണേ. ക്യാൻസർ ആണെന്ന് പറയുന്നു ഒരു ഡോക്ടർ, മറ്റൊരു ഡോക്ടർ പറയുന്നു അത് ചികിത്സിച്ച് അത് സുഖപ്പെട്ടു എന്ന് പറയുന്നു. സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ എത്രയും നീളം മാതാവെന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയില്ലേ? ബെർണാഡ് എഴുതിയിരിക്കുന്നത്, വിശുദ്ധനായ ബെർണാഡ്. അങ്ങേ വിളിച്ചപേക്ഷിച്ചവരെ ആരെയും അങ്ങ് ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല. സത്യമാണത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ് എന്നുണ്ടെങ്കിലും എനിക്ക് വിഷമമില്ല. എന്തെന്നാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇനി ചിലപ്പോൾ അമ്മ ഭാവിയിൽ ഈ ലോകം വെടിയുന്നത് ഒരുപക്ഷെ ഇതേ അസുഖം വന്നിട്ട് തന്നെയായിരിക്കാം. പക്ഷേ താൽക്കാലികമായിട്ട് മാതാവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കത്തക്ക ഒരടയാളം വിളിച്ചപേക്ഷിച്ചപ്പോൾ അമ്മ തന്നു. നമുക്ക് ഉറപ്പാണ് ഏറ്റവും വലിയ അഭയശില ഈ മാതാവ് തന്നെയാണ്. ഈ മാതാവിലൂടെയല്ലേ തമ്പുരാനിലേക്ക് അടുക്കാനുള്ള കുറുക്ക് വഴി. മാതാവ് നമ്മളെ കാക്കും. തീർച്ചയായിട്ടും വിളിച്ചപേക്ഷിച്ചോളൂ.